ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചാലിയത്താണ്. ചാലിയത്ത് കേരള ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് കുറേ പുതിയ ഡെവലപ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് ഇന്ന്. അപ്പോൾ നമ്മൾ ചാലിയത്ത് മീൻ പിടിക്കുന്ന ഈ ഭാഗത്തു നിന്നാണ് തുടങ്ങുന്നത്. ഇന്ന് ഈ ഭാഗത്ത് വരുമ്പോൾ, ചാലിയത്ത് വരുമ്പോൾ ഈ ഭാഗത്തു നിന്നുള്ള കാഴ്ചകളും കൂടെ ഒന്ന് കാണാതെ പോകുന്നത് എങ്ങനെ. അപ്പോൾ ഈ ഭാഗത്തു നിന്ന് തന്നെ തുടങ്ങിയതാണ്. ഇവിടെയാണ് നമ്മുടെ മീൻ പിടുത്തക്കാർ കൊണ്ടുവന്ന് മീനൊക്കെ ഇറക്കുന്നതും കയറ്റി വിടുന്നൊക്കെ ഒരു സ്ഥലമാണ് ഈ ഭാഗം. അപ്പോൾ ഈ ഭാഗത്തൊന്ന് കണ്ടിട്ട് പോകാൻ വിചാരിച്ചു. ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടും. നമുക്ക് കൊണ്ടുവന്ന് ഇറക്കുന്ന ആ സമയത്തേനെ ഉള്ള ഫ്രഷ് മീനുകൾ. അപ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ ഇവിടെ ഇങ്ങനെ ഒന്ന് നോക്കിയതാണ്. ഇവിടെ മീനുകൾ വന്ന് ബോട്ടിൽ വന്നിങ്ങനെ ഇറക്കുന്നുണ്ട്. ആളുകൾ കരയിലേക്ക് ഇങ്ങനെ പെട്ടിയിലൊക്കെ ആക്കിയിട്ട് കയറ്റി കൊണ്ടുവന്ന് കാണാം. ഏതായാലും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു സ്പോട്ടും കൂടെയാണ് ചാലിയത്ത്. ഇപ്പോൾ കുറച്ച് നല്ല ഡെവലപ്മെൻറ്റ്സ് വന്നതുകൊണ്ട് ഒന്നും കൂടെ ടൂറിസ്റ്റുകളൊക്കെ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ശനി ഞായർ ദിവസങ്ങളിലൊക്കെ വളരെ തിരക്കേറിയ ഒരു സ്പോട്ടായി മാറിയിട്ടുണ്ട് ചാലിയം. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇതുപോലെ വന്ന് എൻജോയ് ചെയ്യാം. താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ഇവിടെ വരുമ്പോൾ ഇതുപോലെ ഫ്രഷ് മീൻ കൊണ്ടുപോകാനും പറ്റും. അതാണ് വളരെ വില കുറച്ചൊക്കെ ഇവിടുന്ന് നല്ല വലിയ മീനുകളൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും. പിന്നെ ഒട്ടും ഐസിടാത്ത മീനുകളൊക്കെ നമുക്ക് കിട്ടും. അതൊക്കെ നിങ്ങൾ താല്പര്യത്തിനനുസരിച്ച് ഇവിടുന്ന് വാങ്ങുക. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് ഇതേപോലെ ബോട്ടുകൾ, ഇതേപോലെ ചെറിയ ചെറിയ വഞ്ചികൾ, അങ്ങനെ പലതും കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇതൊന്നുമല്ല കാണാൻ പോകുന്നുണ്ട്. ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള നമ്മുടെ കോഴിക്കോട് ബീച്ചിലൊക്കെ വന്ന പോലുള്ള ഒരുപാട് ഭാഗത്ത് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലുള്ള മനോഹരമാക്കിയ ഭാഗങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് പല വർക്കുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. കുറേ തട്ടുകളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ പുതുതായിട്ട്, കുറേ തട്ടുകൾ. അപ്പോൾ നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വന്നുകൊണ്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ നല്ല പറ്റിയൊരു സ്പോട്ടായി മാറിയിട്ടുണ്ട്. ബോട്ടുകളുണ്ട്, അതേപോലെ സ്പീഡ് ബോട്ടുകൾ. കുട്ടികൾക്കൊക്കെ നല്ല എൻജോയ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ സ്കൂളുകളൊക്കെ അടച്ച് ഒഴിവ് കാലങ്ങളാണ്. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ഇവിടെ വന്നാൽ ഫാമിലിയായിട്ട് നല്ലൊരു സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കൊക്കെ വരാൻ പറ്റിയൊരു, നമ്മുടെ മലപ്പുറം ജില്ലേൻ്റെ ഈ അടുത്തുള്ള പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ പെട്ടെന്ന് വരാൻ പറ്റിയൊരു സ്ഥലം കൂടെയാണ് ചാലിയം. എല്ലാ സമയത്തും ബസ്സും മറ്റുള്ള വാഹനങ്ങൾക്കൊക്കെ വരാൻ പറ്റിയ ഉണ്ട്. ബസ്സൊക്കെ കിട്ടുന്നൊരു സ്ഥലം കൂടെയാണ്. ഇനി അല്ലാത്തവർക്ക് കാറൊക്കെ കൊണ്ടുവരുന്നവർക്കാണെങ്കിൽ കാറൊക്കെ വരാൻ പറ്റും. പാർക്കിംഗ് സ്ഥലങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് അതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക, ലൈക്ക് ചെയ്യുക. ഇതാണ് കണ്ടില്ലേ, ഈ കുതിരപ്പുറത്തുള്ള സവാരി ഉണ്ട്, അതുപോലെ ബോട്ട് റൈഡ് ഉണ്ട്. ഇപ്പം നമ്മൾ ഇവിടെ പുതുതായിട്ട് വന്നിട്ടുള്ള കുറച്ച് തട്ടുകളുണ്ട്. നല്ലൊരു ഭംഗിയിൽ നല്ല രീതിയിൽ ഒരു ഷോപ്പ് പോലെ ഉണ്ടാക്കി വെച്ച് കാണാം നമുക്ക്. ഇതൊന്നും ഓപ്പൺ ആയിട്ടില്ല, ഇപ്പോൾ പുതുതായിട്ടുള്ള നിർമ്മിച്ചതാണ്. സർക്കാർ ഇങ്ങനെയൊക്കെയുള്ള പുതിയ പുതിയ മാറ്റങ്ങളൊക്കെ നമ്മുടെ നാട്ടിലിപ്പോൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇവിടെ കുറേ നല്ല രീതിയിലുള്ള ഒരു ഷോപ്പിങ്ങിൻ്റെ ഒരു അനുഭവം തന്നെ ആയിരിക്കും ഇനിയും കുറച്ചും കൂടെ കഴിഞ്ഞാൽ. അങ്ങനത്തെ ഒരു സംഭവം കൂടെയാണ്. ഇതിലെന്തൊക്കെയാണ് വരുന്നത് എനിക്കറിയില്ല. അപ്പോൾ പല കാര്യങ്ങളും ഇതിലേക്ക് തുടങ്ങാൻ പറ്റും. ഇതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഏതായാലും നല്ലൊരു കോഴിക്കോട് ബീച്ചിലേക്ക് കണ്ട പോലെ നല്ലൊരു രീതിയിലേക്ക് ഇവിടെ മാറ്റിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്, റീൽസൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാഴ്ചകളൊക്കെ ഇവിടുന്ന് കാണാൻ സാധിച്ചു. പിന്നെ ഞാൻ ആളുകളെ കൂടുതൽ ഫോട്ടോയിൽ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇവിടെ കുറച്ച് ഈ ബീച്ച് നോക്കിയിട്ട് നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് കുറേ നല്ല ചെയറുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ പിന്നെ നല്ല ഫൗണ്ടനുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് ഇവിടെ വരുന്നതുകൊണ്ട്. നമുക്കൊരു ദിവസം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാം. പിന്നെ ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട്. ഈ ബീച്ചിൻ്റെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ പല
ആക്ടിവിറ്റീസുകളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള പല മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ടൂറിസത്തിൽ കുറച്ചും കൂടി ഒരു മാറ്റങ്ങൾ വന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ ഇവിടെ. ഇതുപോലെ ബേപ്പൂർ ഭാഗത്തും കുറച്ച് വികസനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് കുറച്ച് മുന്നേ ഞാൻ അവിടെയുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇങ്ങനെയൊക്കെ ഇപ്പോൾ ആളുകൾ പഴയ പോലെയല്ല, എല്ലാ ഒഴിവ് സമയങ്ങളും കൂടുതലായിട്ട് എൻജോയ് ചെയ്യാൻ നമ്മുടെ മലയാളികളായ ആളുകളും ഇപ്പോൾ പുറത്തൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളൊരു സ്പോട്ടുകൾ വളരെ കുറവായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള സ്പോട്ടുകളൊക്കെ നവീകരിച്ച് ഗവൺമെൻറ് കൊണ്ടുവരുന്നതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് പോകാൻ പറ്റിയ ഒരു സ്ഥലങ്ങളായി മാറിയിട്ടുണ്ട് ചാലിയം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കൊക്കെ ഇവിടെ വരാൻ പറ്റും. കണ്ടില്ലേ, നല്ല രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടെയൊക്കെ വന്ന് നമുക്കിങ്ങനെ വന്നിരിക്കാം. ഇവിടെ മറ്റൊരു അട്രാക്ഷനാണ് ഈ ഒരു വീട് പോലെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊരു നമ്മുടെ കോട്ടക്കുന്നിലൊക്കെ ഇതുപോലെ ഒരു ഇത് ഉണ്ട്, പക്ഷേ അത് സിമെൻറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇത് നല്ല പുല്ലുപയോഗിച്ച് ഒരു രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിനെന്താ പറയാന്ന് എനിക്കറിയില്ല. പിന്നെ ഇതുപോലെ ഓരോ കുട്ടികൾക്കൊക്കെ കയറിയിരിക്കാൻ പറ്റിയ കുറേ സംഭവങ്ങൾ. പിന്നെ ഇതാ കണ്ടില്ലേ, ഈ ലൈറ്റ് വരെ അടിയിൽ ടൈലിൻ്റെ കൂട്ടിൽ വെച്ചതാണ്. അപ്പോൾ ഞാനതൊന്ന് സൂം ചെയ്തെടുത്തതാണ്. പിന്നെ ഈ പാറേനെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര ഒരു സംഭവമുണ്ട്. ആ പാറേൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ഞാൻ. ആ പാറയിൽ മുഴുവനും കടുക്ക നിറഞ്ഞിരിക്കണേ. അതൊരു സംഭവമാണ്. ഇവിടെ വരുന്നവർക്ക് കടുക്കയും പറിച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റും. അത്രത്തോളം കടുക്ക, ഈ പാറ മുഴുവനായിട്ട് കടുക്ക നിറഞ്ഞിരിക്കണേ. ഞാൻ ആദ്യം വിചാരിച്ചു കുറേ പേര് അവിടെ ഇങ്ങനെ ഇതിലൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ നോക്കുന്ന പോലെ എനിക്ക് തോന്നി. അടുത്ത് പോയപ്പോഴാണ് അറിയുന്നത് ഈ പാറയിൽ മുഴുവനായിട്ടും കടുക്ക നിറച്ച് കടുക്കണേ. അപ്പം നമ്മൾ കടുക്കനെ ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് ഇതുപോലെ പാറയിൽ നിന്ന് നിൽക്കുന്നത് അങ്ങനെ ആളുകൾ കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാനും കൂടെ പറ്റും. കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുക്കാനും കുറേ പേര് ഇവിടുന്ന് ഇത് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. വളരെ ചെറിയതായതുകൊണ്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കുറേ പേര് എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണണമെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യം കാണാനും ഇവിടെ വന്നാൽ പറ്റും. പിന്നെ ബീച്ചിൻ്റെ കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ബീച്ചിൽ ഓടിക്കളിക്കാൻ നല്ല ക്ലീനാക്കി ബീച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു അനുഭവം തന്നെ ആയിരിക്കും. കുറേ ആളുകൾ ഈ സമയത്ത് ഞാൻ വന്ന സമയത്ത് ഉണ്ടായിരുന്നു. ഒരുപാട് ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു. കണ്ടില്ല, ഞാനിതാ കടുക്കനെ ഒന്ന് സൂം ചെയ്ത് കാണിക്കുകയാണ്. എത്രത്തോളം കടുക്ക നിറഞ്ഞ് നിൽക്കുകയാണ്. എത്ര ആണെന്ന് പറയാൻ വയ്യ, അത്രത്തോളം കടുക്കകൾ ഉണ്ട്. ഇത് നേരിട്ട് കൈകൊണ്ട് പറിച്ചെടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. ആളുകൾ ഇതിൻ്റെ മുകളിൽ കൂടെയാണ് ചെരുപ്പൊക്കെ ഇട്ട് നടന്നു പോകുന്നത് നമുക്ക് കാണാം. കുറേ പേര് ഇവിടുന്ന് ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നുണ്ട്. എങ്ങനെയായാലും നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് അനുഭവങ്ങൾ ഇതുപോലുള്ള അറിയാത്ത കാര്യങ്ങളൊക്കെ പറ്റി കാണാനും മനസ്സിലാക്കാനൊക്കെ പറ്റും. ഇതാണ് നമ്മുടെ കല്ലുമ്മക്കായ കടുക്ക എന്ന് പറയുന്ന സാധനം. ഇത് കൂട്ടത്തോടെ നിൽക്കുന്നൊരു അപൂർവം കാഴ്ച. കണ്ടില്ലേ, ഒരു ഒന്നും രണ്ടൊന്നുമില്ല, ഈ പാറയിൽ നിറയെ ഇതാണ്. എങ്ങനെ പറയാം, നമ്മൾ കാലുകൊണ്ട് ചവിട്ടിച്ചിട്ടോ ഒന്ന് തട്ടിയാലൊന്നും പോകില്ല. അത്രത്തോളം തിക്നെസ്സിലാണ് ഇത്, ഭയങ്കര ഉറച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ പാറ മുഴുവനും ഇതാണ്. കുറച്ച് ഭാഗത്തൊക്കെ ഇല്ലാത്തുള്ളൂ, അധിക ഭാഗത്തും ഈ കടുക്ക നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഒരു അപൂർവ കാഴ്ചയും കൂടെ ഇവിടെ നിന്ന് കാണാൻ പറ്റി. ഇതാണ് ഇവിടെ ഈ ചേച്ചി ഇതൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ കുറേ പേര് എടുക്കുന്നുണ്ട്. പിന്നെ ഇത് പാറൻ്റെ കുഴിയിലൊക്കെ അപൂർവ ഇനം മത്സ്യങ്ങളൊക്കെ കാണാൻ സാധിച്ചു. അങ്ങനെയുള്ള കാഴ്ചകളും ഇതേപോലെ ഇവിടെ വരുമ്പോൾ അങ്ങനെ പല എക്സ്പീരിയൻസുകളും ഉണ്ട്. അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് മുന്നോട്ട് പോയി നോക്കാം.
അപ്പോൾ നിങ്ങൾ കടുക്ക നിറഞ്ഞ ഈ പാറയൊക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇനി പോവുകയാണ്. കുറേ സമയമായിട്ടുണ്ട്, 6 മണിയൊക്കെ ആകാറായിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തുനിന്ന് വല്ല പോവുകയാണ്. എപ്പോഴും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കുറേ ഫാമിലീസ് എന്നാലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വൈകുന്നേരങ്ങളിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഒരു ആളുകളൊക്കെ വന്ന് നിൽക്കുന്നത്. കാരണം വെയിലൊന്നുമില്ല, നല്ലൊരു വൈബായിരിക്കും ഈ ഭാഗത്ത്. അപ്പോൾ ആളുകൾക്കൊക്കെ കൂടുതൽ വന്നിരിക്കാനും ഈ സമയത്തും ഈ 6 മണി കഴിഞ്ഞ സമയത്തും ഇതുപോലെ സ്പീഡ് ബോട്ടുകൾ ലൈറ്റൊക്കെ വെച്ചിട്ട് പോകുന്നുണ്ട്. ലൈറ്റൊന്നും നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല, ലൈറ്റൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ കുറേ പേര് ആ സമയത്തും ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ട് ഇന്ന്. അപ്പോൾ ഒരു നല്ലൊരു അനുഭവം തന്നെ ആയിരിക്കും. മലപ്പുറം ജില്ലയിൽ ഇങ്ങനെയൊന്നും വലിയ ടൂറിസ്റ്റ് സ്പോട്ടുകൾ വളരെ കുറവാണ്. അപ്പോൾ ഇപ്പോൾ സ്കൂളൊക്കെ പൂട്ടിയ സമയമായതുകൊണ്ട് ഫാമിലിക്കൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ, വളരെ ചിലവ് ചുരുക്കിയ രീതിയിൽ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കൂടാണ്. ഇതാണ് ഇപ്പോൾ ബോട്ടൊക്കെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. നേരത്തെ പോയ സമയത്തൊന്നും കണ്ടിട്ടില്ലേന്ന്. ഇപ്പോൾ ലൈറ്റൊക്കെ വെച്ച് ഇതാണ് സ്പീഡ് ബോട്ട്. ഈ ബോട്ടിൽ നിന്നാണ് സ്പീഡ് ബോട്ടൊക്കെ പോകുന്നത്. ഇതൊക്കെ ചെറിയ പൈസക്ക് നിങ്ങൾക്ക് കയറാനും അനുഭവിക്കാനൊക്കെ പറ്റും. പിന്നെ ഇവിടെ വരുമ്പോൾ മറ്റൊരു കാഴ്ച എന്താ പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ജങ്കാറിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കൊക്കെ കടക്കാൻ പറ്റും. കൊണ്ടുവന്ന വാഹനമായിട്ട് നമുക്ക് ബേപ്പൂർ ഭാഗത്തേക്ക് പോകാൻ പറ്റും. അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഇവിടെ നിന്ന് കാണാൻ സാധിക്കും നമുക്ക്. അപ്പോൾ ഒരു ചെറിയൊരു കുറച്ച് നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ള പുതിയൊരു മാറ്റം, ചാലിയത്തിൻ്റെ ഒരു പുതിയ മാറ്റമാണ് ഞാൻ കാണിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ കാഴ്ചകളും വീഡിയോകളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.